ഹലോ, എല്ലാ ലേഡീസിനും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഒഴിഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ തറ തുടക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ഞാൻ ടൈമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണിത്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അതിനുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഈ ഒരു കുപ്പി വെച്ച് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം കുപ്പിയുടെ മൂടിയിൽ മുട്ട് സൂചി വെച്ചോ പിന്ന് വെച്ചോ ചെറിയ ചെറിയ ഹോൾസ് ആക്കി ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി പിന്ന് ഗ്യാസ് അടുപ്പിലോ ലൈറ്ററിലോ ഒന്ന് ചൂടാക്കി എടുത്താൽ ഇതുപോലെ ചെറിയ ഹോൾസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ഒരു ബോട്ടിലിൽ നമ്മുടെ വീട്ടിൽ ഏത് ലോഷനാണോ ഉപയോഗിക്കുന്നത്, എല്ലാവരും ഏതെങ്കിലും ഒരു ലോഷൻ വെച്ചിട്ട് തന്നെയാണല്ലോ തറ തുടക്കാറ്. അത് കുപ്പിയിൽ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു മൂടി ലോഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹെർബൽ ലോഷൻ ആണെങ്കിൽ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. തറയിലും ഇത് വെച്ച് തന്നെ തുടച്ചെടുക്കാം. ഇനി ഇതിൽ ഇത്ര ഭാഗം വെള്ളം ചേർത്ത് കൊടുക്കണം. കുപ്പി ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ വീടൊക്കെ നല്ല അടിച്ചു തുടച്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് ലോഷൻ ഒഴിച്ച് മോപ്പ് വെച്ച് പിഴിഞ്ഞെടുത്ത് ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലോഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈയൊക്കെ ഹാർഡായി പോകും. ഇങ്ങനെ ചെയ്താൽ കയ്യിൽ ലോഷൻ പറ്റാതെ തന്നെ ചെയ്തെടുക്കാം. തറയിലുണ്ടാവുന്ന പശക്കറ, മഷി, മക്കളുടെ കലാവിരുത് കുപ്പിയിലെ ലോഷൻ എടുത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. വീട്ടിലാരെങ്കിലും കയറി വരുമ്പോൾ നമുക്ക് വൃത്തിയില്ലാത്തതാണെന്ന് കരുതും. ഇതുപോലെ ഡൈനിങ് ടേബിളും ഇതുപോലെ ചെയ്തെടുക്കാം. ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ലോഷനും ഇതുപോലെ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ഓടിച്ചെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. സ്മെല്ലുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ ഇതുപോലെ ചെയ്തു വെച്ചാൽ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. തറയിലാണെങ്കിലും അധികം സ്ട്രെയിൻ ചെയ്യാതെ തന്നെ പെട്ടെന്ന് തുടച്ചെടുക്കാം. വീടിൻ്റെ ഉൾവശത്തുണ്ടാകുന്ന ഈച്ചശല്യവും ഉണ്ടാവില്ല. ചെറിയ ഹോൾസ് ആയതുകൊണ്ട് തന്നെ മിതമായ അളവിലാണ് വെള്ളം താഴേക്ക് വരൂ. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് മോപ്പെടുത്ത് ഒറ്റ തുടക്കൽ പണി കഴിഞ്ഞു. പിഴിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ പ്രായമായവരും കുട്ടികളുമൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. വെള്ളം തളിച്ചിട്ടത് കൊണ്ട് തന്നെ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഡൈനിങ് ടേബിളിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് പോവാനും ബെസ്റ്റ് ഓപ്ഷനാണ്. കുപ്പി എടുത്ത് തളിക്കുക, തുടക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ മീൻ വറുത്ത് കഴിഞ്ഞാലുള്ള സ്മെല്ലൊക്കെ പോയി കിട്ടാൻ ഈ ഒരു ലോഷൻ തളിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.